ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ പതിവിലും വ്യത്യസ്തമായ ഒരു യാത്ര തുടങ്ങുകയാണ്. യാഥാർത്ഥ്യത്തിൻ്റെയും കെട്ടുകഥകളുടെയും അതിരുകൾ മാഞ്ഞുപോകുന്ന, ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത രഹസ്യങ്ങളുടെ ഒരു ലോകത്തേക്ക്. സ്റ്റോറി ട്വീക്സ് അവതരിപ്പിക്കുന്ന ഈ കഥ നിങ്ങളെ ഒരു ആഴക്കടലിലൂടെ, ഒരുപക്ഷെ നിങ്ങളുടെ ഉറക്കത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. നിങ്ങളിപ്പോൾ ഒരു വലിയ ഗവേഷണ കപ്പലിൻ്റെ ഡെക്കിൽ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. രാത്രിയുടെ നീലനിറം ചുറ്റും പരന്നിരിക്കുന്നു. ആകാശം നക്ഷത്രങ്ങളാൽ തിളങ്ങുന്നു. കാറ്റിൻ്റെ നേരിയ ശബ്ദവും തിരമാലകളുടെ മർമ്മരവും മാത്രം കേൾക്കാം. ഈ ശാന്തമായ കാഴ്ചയ്ക്ക് നടുവിൽ ഡാനിയൽ ഹാപ്പർ എന്ന 30കളിലെത്തിയ ഒരു മറൈൻ ബയോളജിസ്റ്റ് നിൽക്കുന്നു. അവൻ്റെ കൈകളിൽ ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്. അവൻ്റെ തലച്ചോറിൽ ശാസ്ത്രത്തിൻ്റെ യുക്തിയുണ്ട്. അവൻ്റെ കണ്ണുകളിൽ ഒരു യുക്തിപരമായ ഒരു ചോദ്യചിഹ്നവുമുണ്ട്. ഡാനിയൽ ഒരു സ്വപ്നജീവിയായിരുന്നില്ല. അവൻ കണക്കുകളിൽ വിശ്വസിച്ചു. അവൻ പഠിച്ചെടുത്ത ഓരോ കാര്യത്തിലും ഒരു കാരണവും അതിനൊരു ഫലവും ഉണ്ടായിരുന്നു. അവൻ്റെ ലോകത്ത് ദുരൂഹതകൾക്ക് സ്ഥാനമില്ലായിരുന്നു. അവൻ കടലിനടിയിലുള്ള ജീവികളെയും പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചും പഠിച്ചു. അവൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിശദീകരണമുണ്ട്. അതെത്ര സങ്കീർണമാണെങ്കിലും നമുക്കൊരു യാത്ര തുടങ്ങാം. ഡാനിയൽ ചിന്തിച്ചു. അവൻ്റെ ചിന്തയിൽ ഇപ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലം ബെർമൂഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ആളുകൾ വിമാനങ്ങളും കപ്പലുകളും ദുരൂഹമായി അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥലമെന്ന് ഇതിനെ വിളിച്ചു. പക്ഷേ അവൻ അത് വെറുമൊരു കെട്ടുകഥയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അത് വെറുമൊരു വലിയ കടൽഭാഗമാണ്. അവിടെ കപ്പലുകൾ മുങ്ങുന്നത് മോശം കാലാവസ്ഥയും മനുഷ്യരുടെ പിഴവുകളും കൊണ്ടാകാം. അങ്ങനെയുള്ള കഥകൾ കേട്ടുറങ്ങിയ കുട്ടിയല്ല ഡാനിയൽ, ഒരു ശാസ്ത്രജ്ഞനാണ്. ഡാനിയൽ തൻ്റെ ലബോറട്ടറിയിൽ കയറി. അവിടെ അവൻ്റെ കൂട്ടുകാരനും ഫസ്റ്റ് മേറ്റുമായ ബെൻ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ബെൻ അവൻ്റെ നേരെ നോക്കി പുഞ്ചിരിച്ചു. ബെൻ ഒരു യാത്രികനാണ്, എല്ലാ ദുരൂഹതകളെയും കഥകളെയും ഇഷ്ടപ്പെടുന്ന ഒരാൾ. നമ്മളിപ്പോൾ ആ മാന്ത്രിക രേഖ കടന്നു, ബെൻ പറഞ്ഞു. അവിടെ മാന്ത്രികമായ ഒന്നുമില്ല, ഡാനിയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊരു കമ്പ്യൂട്ടറിലേക്ക് നോക്കി. അവൻ്റെ കയ്യിലുള്ള ഹൈ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് സെൻസറിൽ യാതൊരു മാറ്റവുമില്ല. താപനില, ആഴം, കാന്തിക ക്ഷേത്രം എല്ലാം സാധാരണ നിലയിലാണ്. എല്ലാം തികച്ചും യുക്തിപരമാണ്. എന്നാൽ പെട്ടെന്ന് ഡാനിയലിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഒരു കറങ്ങുന്ന ലൈറ്റിനാൽ നിറഞ്ഞു. സാധാരണ ഉണ്ടാകാത്ത ഒരു താളം. ആ താളം ഒരു മർമ്മരം പോലെയായിരുന്നു, ഒരു അസാധാരണ ശബ്ദം. എന്താണിത്? ബെൻ ചോദിച്ചു. ഡാനിയൽ കീബോർഡിൽ ടൈപ്പ് ചെയ്തു. അവൻ ആ സിഗ്നലിൻ്റെ ഉറവിടം പരിശോധിച്ചു. അതിനൊരു ഉറവിടമില്ലായിരുന്നു. അത് കപ്പലിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം ആയിരുന്നില്ല. അത് പുറത്തെവിടെ നിന്നോ വന്നതാണ്. അവൻ്റെ മനസ്സിൽ അവൻ കേട്ടതൊക്കെ യാദൃച്ഛികമാണെന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഒരു ഗ്ലിച്ചാവാം, ഡാനിയൽ പറഞ്ഞു. പക്ഷേ അവൻ്റെ മനസ്സ് അത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. അവനൊരു സംശയിക്കുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നു. അവൻ്റെ തലച്ചോർ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്, എന്നാൽ അവൻ്റെ ഹൃദയവും മനസ്സും ആ സംഭവത്തിൻ്റെ പേരിൽ അസ്വസ്ഥമാണ്. ഡാനിയൽ തൻ്റെ മുറിയിലേക്ക് പോയി. അവൻ കട്ടിലിൽ കിടന്നു, പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ശബ്ദത്തിന് ഒരു ഉറവിടമില്ലെങ്കിൽ അതെവിടെ നിന്ന് വന്നതാണ്? അവൻ ജനലിന് പുറത്തേക്ക് നോക്കി. കടൽ ഇപ്പോഴും ശാന്തമായിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ അവനെ നോക്കി ചിരിക്കുന്നതുപോലെ അവന് തോന്നി. ആ രാത്രിയിൽ ബെർമൂഡ ട്രയാങ്കിളിന് ശാസ്ത്രം മാത്രമല്ല, അതിനപ്പുറമുള്ള ചില രഹസ്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ്റെ മനസ്സൊരു പുതിയ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. യുക്തിയുടെയും അവിശ്വസനീയതയുടെയും അതിരുകളില്ലാത്ത ഒരു ലോകത്തേക്ക്. ഈ രാത്രിയിൽ, ഈ കടലിൽ ഒരു കഥ ആരംഭിക്കുകയായിരുന്നു. ആ കഥയ്ക്കൊരു പേരുണ്ട്, ബെർമൂഡ ട്രയാങ്കിൾ. ആ രാത്രിയിൽ ഡാനിയലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശാസ്ത്രീയ യുക്തിയും കപ്പലിലെ ഉപകരണങ്ങളിൽ കണ്ട് അസ്വാഭാവികമായ ആ താളവും തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഡെക്കിലേക്ക് നടന്നു. നോട്ടലസ് മുന്നോട്ട് നീങ്ങുകയാണ്, ആഴക്കടലിലെ നിഗൂഢമായ ആ സ്ഥലത്തേക്കുള്ള യാത്രയിൽ. രാത്രിയുടെ തണുപ്പ് അവൻ്റെ മനസ്സിനെ ശാന്തമാക്കി. ആകാശത്ത് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവയെല്ലാം അവന് വഴി കാണിക്കുന്നതുപോലെ തോന്നി. ഡാനിയൽ പാലത്തിനടുത്ത് നിന്ന് അർദ്ധരാത്രിയിലെ കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ബെൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞ ഒരു ഭാവം കാണാമായിരുന്നു. നമ്മളിപ്പോൾ ട്രയാങ്കിളിൻ്റെ മധ്യത്തിലാണോ? ഡാനിയൽ ചോദിച്ചു.
ബെൻ ഒരു ഭൂപടം നോക്കി. അതെ, അവൻ മറുപടി പറഞ്ഞു. നമ്മൾ കൃത്യമായ സ്ഥലത്താണ്. ലോകത്തിന്റെ എല്ലാ രഹസ്യങ്ങൾക്കും ഇവിടെ നിന്ന് ഉത്തരം കിട്ടും. ഡാനിയേൽ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ഡാനിയേലിന്റെ കമ്പ്യൂട്ടറിൽ വീണ്ടും ഒരുതരം ശബ്ദം കേട്ടു. അതൊരു താളമല്ല, മറിച്ച് ഒരുതരം മർമ്മരമായിരുന്നു. പെട്ടെന്ന് കപ്പലിലെ പ്രധാന സ്ക്രീൻ മിന്നിമറഞ്ഞു. നാവിഗേഷൻ സിസ്റ്റം, GPS, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എല്ലാം ഒരുമിച്ച് നിലച്ചു. ബെൻ ഒരു ഞെട്ടലോടെ കമ്പ്യൂട്ടറിലേക്ക് നോക്കി. എന്താണിത്? ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഗ്ലിച്ച്, ഡാനിയൽ മറുപടി പറഞ്ഞു. ഒരുപക്ഷേ കാന്തിക ക്ഷേത്രത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാം. നമ്മൾ ഒരു പുതിയ സ്ഥലത്താണ്. ഡാനിയൽ വേഗത്തിൽ റേഡിയോ റൂമിലേക്ക് പോയി. അവൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് റേഡിയോയിൽ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു പ്രതികരണവും കിട്ടിയില്ല. വെറും നിശബ്ദത മാത്രം. കടലിലെ കാറ്റും തിരമാലകളും ഒരു നിമിഷം കൊണ്ട് നിശബ്ദമായി. കപ്പലിന്റെ എഞ്ചിൻ പോലും ഒരുതരം നിശബ്ദമായ മർമ്മരം പുറപ്പെടുവിച്ചു. ബെൻ ഡാനിയേലിന്റെ അടുത്തേക്ക് വന്നു. എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും ഒരു കൊടുങ്കാറ്റുണ്ടായോ? എന്തുകൊണ്ടാണ് കപ്പൽ ഇങ്ങനെ നിശബ്ദമായത്? ഡാനിയേൽ ബെന്നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ നിന്നു. അവൻ അറിയാമായിരുന്നു, ഇതൊരു കൊടുങ്കാറ്റല്ല, ഇതൊരു തരം ഭയമായിരുന്നു. ശാന്തമായ അന്തരീക്ഷത്തിലെ ഭയം. അവർ ഇപ്പോൾ തനിച്ചായിരുന്നു. കടലിന്റെ ആഴങ്ങളിലെ നിഗൂഢമായ രഹസ്യങ്ങളിലേക്ക് അവർ വീണുപോയിരിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു. അവർ ഇപ്പോഴും നിശബ്ദതയിലാണ്. അവരുടെ ആശയവിനിമയ ഉപകരണങ്ങൾ, GPS, റേഡിയോ എല്ലാം പ്രവർത്തനരഹിതമാണ്. ഡാനിയൽ അവന്റെ ഹൃദയം പതുക്കെ മിടിക്കുന്നത് കേട്ടു. ആകാശത്ത് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവയെല്ലാം അവന് വഴി കാണിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഒരു മിന്നൽ പിണർ കടലിന്റെ അടിയിൽ നിന്നുയർന്നു വന്നു. ഡാനിയൽ അത്ഭുതത്തോടെ നോക്കി. അതൊരു മിന്നൽ പിണറല്ല, മറിച്ച് കടലിന്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരുതരം പ്രകാശമാണ്. ആ പ്രകാശം അവനെ അവന്റെ സംശയങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവനൊരു സാഹസികമായ യാത്രയുടെ ആദ്യത്തെ ഘട്ടത്തിലാണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് പുറത്തു കടക്കുമോ? ഡാനിയൽ ചോദിച്ചു. ഡാനിയൽ ബെന്നിനെ നോക്കി പുഞ്ചിരിച്ചു. നമ്മളിവിടെ നിന്ന് പുറത്തു കടക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ കണ്ടതും കേട്ടതും എന്താണെന്ന് നമുക്കറിയണം. ആ നിശബ്ദതയിൽ അവർ ആഴക്കടലിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ഡാനിയേലിന്റെ കമ്പ്യൂട്ടറിൽ വീണ്ടും ഒരു താളം കേട്ടു. അവൻ വേഗത്തിൽ കമ്പ്യൂട്ടറിലേക്ക് നോക്കി. അതൊരു സാധാരണ താളമായിരുന്നില്ല. അതൊരു തരം മർമ്മരമാണ്, ഒരു രഹസ്യം പോലെ. നമ്മളിനി എന്തു ചെയ്യും? ബെൻ ചോദിച്ചു. നമ്മൾ കാത്തിരിക്കണം, ഡാനിയേൽ പറഞ്ഞു. ഈ രഹസ്യങ്ങൾക്കൊരു ഉത്തരം കിട്ടാൻ നമ്മൾ കാത്തിരിക്കണം. അവരാ നിശബ്ദതയിൽ നിൽക്കുന്നു. കടൽ, ആകാശം, നക്ഷത്രങ്ങൾ എല്ലാം നിശബ്ദമാണ്. എന്നാൽ അവരുടെ മനസ്സിൽ ഒരു പുതിയ കഥ തുടങ്ങുകയായിരുന്നു. ആ കഥയുടെ ഒരു ഭാഗം മാത്രമേ അവർക്കറിയാമായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടെത്താൻ അവർ ഒരുപാട് ദൂരം സഞ്ചരിക്കണം. ആ രാത്രിയിലെ നിശബ്ദതയിൽ അവർ കാത്തിരിക്കുകയായിരുന്നു. സമയം മെല്ലെ ഇഴഞ്ഞു നീങ്ങി. കടൽ ശാന്തമായിരുന്നു. എന്നാൽ ഡാനിയലിന്റെ മനസ്സിൽ കൊടുങ്കാറ്റടിച്ചു വീശുന്നുണ്ടായിരുന്നു. അവന്റെ കമ്പ്യൂട്ടറിലെ ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായപ്പോൾ അവനതൊരു സാധാരണ സാങ്കേതിക പ്രശ്നമായി കരുതി. എന്നാൽ അവന്റെ ഉള്ളിൽ ഒരുതരം ഭയവും ആകാംക്ഷയും നിറഞ്ഞിരുന്നു. പെട്ടെന്ന് കമ്പ്യൂട്ടറിലെ സ്ക്രീനുകളിൽ വീണ്ടും ഒരു താളം കേട്ടു. അതൊരു ശബ്ദമായിരുന്നില്ല, മറിച്ച് ഒരു മർമ്മരമായിരുന്നു. ഡാനിയൽ, ഇത് സാധാരണയല്ല, ബെൻ പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഒരുതരം ഭയമുണ്ടായിരുന്നു. അതെ, ഡാനിയൽ മറുപടി പറഞ്ഞു. ഇത് കപ്പലിന്റെ അകത്തുനിന്ന് വരുന്നതല്ല, ഇത് പുറത്തുനിന്ന് വരുന്നതാണ്. ഡാനിയൽ തങ്ങളുടെ ചെറിയ കടലിനടിയിലേക്ക് വിടാൻ കഴിയുന്ന ഡ്രോൺ എടുക്കാൻ തീരുമാനിച്ചു. അവർക്ക് വൈദ്യുതി ഇല്ലാതിരുന്നതുകൊണ്ട് അവരത് അവരുടെ പായക്കപ്പലുമായി ബന്ധിപ്പിച്ചു. ഡ്രോൺ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. അതിന്റെ ക്യാമറയിൽ കടലിനടിയിലെ കാഴ്ചകൾ തെളിഞ്ഞു വന്നു. ഇരുണ്ടതായിരുന്നു എല്ലാം. എന്നാൽ പെട്ടെന്ന് അവർക്കൊരു വെളിച്ചം കാണാൻ കഴിഞ്ഞു. അതൊരുതരം മിന്നൽ പിണരായിരുന്നു. ആ മിന്നൽ പിണരൊരു വൃത്തത്തിനു ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. ഡാനിയലും ബെന്നും ഡ്രോൺ വെളിച്ചത്തെ പിന്തുടർന്ന് മുന്നോട്ട് നീങ്ങി.
ആ വെളിച്ചം അവരെ ഒരു പുതിയ ലോകത്തേക്ക് നയിച്ചു. അവർ കടലിന്റെ ആഴങ്ങളിലെ മണൽത്തിട്ടയിലേക്കെത്തി. അവിടെ അവരൊരു കാഴ്ച കണ്ടു. അതൊരു കൂട്ടം വിമാനങ്ങളായിരുന്നു, 5 എണ്ണം. അവ മണലിന് മുകളിൽ പൂർണ്ണമായും കേടുപാടുകൾ കൂടാതെ കിടക്കുന്നുണ്ടായിരുന്നു. അവയുടെ ചിറകുകൾ, എഞ്ചിനുകൾ എല്ലാം തികച്ചും കേടുപാടുകളില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. അത് കപ്പലുകളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ആയിരുന്നില്ല. അതൊരു വിമാനത്തിന്റെ കൂട്ടമായിരുന്നു. അതൊരു പ്രത്യേകതരം ഫൈറ്റർ ജെറ്റായിരുന്നു. ഡാനിയലിന്റെ കണ്ണുകൾ വിടർന്നു. അവനത് തിരിച്ചറിഞ്ഞു. ഫ്ലൈറ്റ് 19, അവൻ പറഞ്ഞു. അത് കാണാതായ ഫ്ലൈറ്റ് 19 ആണ്. ബെൻ ഡാനിയലിന്റെ അടുത്തേക്ക് വന്നു. അതെങ്ങനെ സാധ്യമാകും? അവ ഒരുപാട് കാലം മുൻപ് കാണാതായതല്ലേ? അതെ, അത് കാണാതായതാണ്. പക്ഷേ ഈ വിമാനങ്ങൾക്ക് ഒരു കേടുപാടുമില്ല. അവ തുരുമ്പെടുക്കുകയോ പുഴുവരിക്കുകയോ ചെയ്തിട്ടില്ല. അവ ഒരു നിമിഷം മുൻപ് ഇറങ്ങിയതുപോലെ തോന്നുന്നു. ഡ്രോൺ വിമാനത്തിന്റെ അടുത്തേക്ക് പോകുകയായിരുന്നു. അപ്പോൾ ആ മർമ്മരം കൂടുതൽ ഉച്ചത്തിലായി. ആ മർമ്മരം ഡ്രോണിന്റെ ക്യാമറയിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് ആ വിമാനങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതുപോലെ ഡാനിയലിന് തോന്നി. ആ വിമാനങ്ങൾക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഡാനിയൽ അത്ഭുതത്തോടെ വിമാനങ്ങളെ നോക്കി. അവ എങ്ങനെയാണ് കടലിനടിയിൽ എത്തിയത്? എന്ത് രഹസ്യമാണ് അവയ്ക്ക് പറയാനുള്ളത്? അപ്പോൾ കപ്പലിൽ ഒരുതരം വൈദ്യുതി പ്രവാഹമുണ്ടായി. ഡ്രോൺ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. ആ മർമ്മരം നിലച്ചു. അവർ വീണ്ടും നിശബ്ദതയിൽ ഒറ്റപ്പെട്ടു. നമ്മളിനി എന്തു ചെയ്യും? ബെൻ ചോദിച്ചു. ഡാനിയൽ ബെന്നിനെ നോക്കി പുഞ്ചിരിച്ചു. നമ്മളൊരു കഥ കണ്ടു, പക്ഷേ അതിൻ്റെ അവസാന ഭാഗം നമുക്കറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് പോകും, പക്ഷേ ഈ നിശബ്ദതയിലും ഈ കടലിലും എന്തൊക്കെയോ രഹസ്യങ്ങൾ ബാക്കിയുണ്ട്. ഞാനതറിയണം. ഡാനിയൽ അവൻ്റെ മുറിയിലേക്ക് പോയി. അവനൊരു പഴയ പുസ്തകം, അവൻ്റെ മുത്തശ്ശൻ്റെ പുസ്തകമെടുത്തു. അതിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു പഴയ കപ്പലിൻ്റെ ഫോട്ടോ. അത് 1945 കാണാതായ കപ്പലായിരുന്നു. അപ്പോൾ ഡാനിയൽ അത്ഭുതത്തോടെ അവനെ നോക്കി. ആ വിമാനങ്ങൾ അവനെ അവൻ്റെ മുത്തശ്ശൻ്റെ കഥയുമായി ബന്ധിപ്പിക്കുകയാണെന്ന് അവന് തോന്നി. ആ രാത്രിയിൽ ഡാനിയൽ തൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു പഴയ പുസ്തകമുണ്ടായിരുന്നു. അവൻ്റെ മുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന ഒരു ഡയറിയാണത്. കടലിനടിയിൽ ഒരു പഴയ കപ്പൽ മുങ്ങിപ്പോയപ്പോൾ അതിൽ നിന്ന് ലഭിച്ചതാണ് ഈ ഡയറി. ഡാനിയലിന് അതൊരു നിധിയായിരുന്നു. അത് തുറന്നപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ കടന്നുവന്നു. ഒരു പഴയകാല കപ്പലോട്ടക്കാരൻ്റെ ജീവിതം അവൻ്റെ മനസ്സിൽ ഒരു സിനിമ പോലെ തെളിഞ്ഞു. ഡാനിയൽ പുസ്തകം തുറന്നു. അതിൽ അവൻ്റെ മുത്തച്ഛൻ്റെ കയ്യക്ഷരത്തിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഡാനിയൽ അത്ഭുതത്തോടെ അവൻ്റെ മുത്തച്ഛൻ്റെ ജീവിതം വായിക്കാൻ തുടങ്ങി. അവൻ്റെ മുത്തച്ഛൻ ഒരു ധീരനായ കപ്പൽ ക്യാപ്റ്റനായിരുന്നു. അയാൾ കടലിനെ സ്നേഹിച്ചു. അവൻ്റെ ജീവിതം കടലിനൊപ്പമായിരുന്നു. പക്ഷേ ഒരു ദിവസം എല്ലാം മാറിമറഞ്ഞു. 1945 ഡിസംബർ 5 തിങ്കളാഴ്ച ഡാനിയൽ വായിച്ചു. ഞാൻ എൻ്റെ കപ്പലുമായി ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്നു. കടൽ വളരെ ശാന്തമാണ്. പക്ഷേ എന്തൊക്കെയോ തെറ്റായി നടക്കുന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ വടക്ക് ദിക്കിലുള്ള കോമ്പസ് ശരിയായി പ്രവർത്തിക്കുന്നില്ല. അത് തെറ്റായ ദിശയിലേക്ക് തിരിയുന്നു. ഡാനിയൽ അവൻ്റെ കയ്യിലുള്ള കോമ്പസ് നോക്കി. അത് ഇപ്പോഴും തെറ്റായ ദിശയിലേക്ക് തിരിയുന്നുണ്ടായിരുന്നു. അവൻ്റെ മുത്തച്ഛൻ പറഞ്ഞതുപോലെ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ കാറ്റിൻ്റെയും കടലിൻ്റെയും ഭയത്തിലാണ്, മുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. ചുറ്റും ഒരു തരം നിശബ്ദത മാത്രം. പക്ഷികളുടെ ശബ്ദമില്ല, മത്സ്യങ്ങളുടെ ശബ്ദമില്ല, എല്ലാം നിശബ്ദമാണ്. ആ നിമിഷം ഡാനിയലിന് അവൻ്റെ മുത്തച്ഛൻ്റെ ഭയം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൻ വായിച്ചതെല്ലാം അവൻ്റെ മനസ്സിൽ ഒരു ഭയം പോലെ നിറഞ്ഞു. അവൻ്റെ മുത്തച്ഛൻ താൻ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് കണ്ടത്. ഒരു വലിയ വെളിച്ചം കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നുവന്നു. ഡാനിയൽ വായിച്ചു. അത് ഒരു തരം മിന്നൽപ്പിണരായിരുന്നു. ആ മിന്നൽപ്പിണർ ഒരു വൃത്തത്തിന് ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ അത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കാം. ഡാനിയലിന് അത്ഭുതം തോന്നി. അവൻ കണ്ട വെളിച്ചം തന്നെയാണ് അവൻ്റെ മുത്തച്ഛനും കണ്ടത്. ഇത് വെറുമൊരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് തലമുറകളായി തുടർന്നു വരുന്ന ഒരു രഹസ്യമാണ്. ഞങ്ങൾ സഹായം ആവശ്യപ്പെട്ട് ഒരു റേഡിയോ സന്ദേശം അയച്ചു. മുത്തച്ഛൻ എഴുതി. പക്ഷേ ആരും പ്രതികരിച്ചില്ല. ഞങ്ങളുടെ റേഡിയോ പ്രവർത്തനരഹിതമായി. ഞങ്ങൾ ഒറ്റപ്പെട്ടു.
ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല. ഞങ്ങൾ ഭയത്തിലാണ്. ഡാനിയൽ അവൻ്റെ റേഡിയോയിലേക്ക് നോക്കി. അവിടെ ഇപ്പോഴും നിശബ്ദതയായിരുന്നു. അവൻ്റെ മുത്തച്ഛൻ്റെ ഭയം ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മനസ്സിലേക്ക് കടന്നുവന്നു. അവൻ്റെ മുത്തച്ഛൻ താൻ അനുഭവിച്ച അതേ ഭയം തന്നെയാണ് അനുഭവിച്ചത്. ഒരു വലിയ ശബ്ദം മുത്തച്ഛൻ എഴുതി. കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. അത് ഒരു മർമ്മരമായിരുന്നു. അത് ഞങ്ങളുടെ കാതുകളിലേക്ക് കടന്നുവന്നു. ഞങ്ങൾക്ക് ഒരു വഴിയുമില്ലായിരുന്നു. ഞങ്ങൾ ഭയത്തിൽ ജീവിച്ചു. ഡാനിയൽ ഡയറി അവൻ്റെ കൈകളിലേക്കെടുത്തു. അവൻ്റെ മുത്തച്ഛൻ ഒരു ധീരനായ കപ്പലോട്ടക്കാരനായിരുന്നു. പക്ഷേ അവന് ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവൻ്റെ മുത്തച്ഛൻ്റെ കഥ ഒരു ദുരന്തമായിരുന്നു. ഞങ്ങൾ മരിക്കാൻ പോകുകയാണോ? മുത്തച്ഛൻ എഴുതി. ഇത് ഒരു യാത്രയല്ല, ഇത് ഒരു നരകമാണ്. ഒരു പക്ഷേ ഞങ്ങൾ മരിച്ചേക്കാം. പക്ഷേ ലോകം ഞങ്ങളെ ഓർമ്മിക്കണം. ലോകം ഞങ്ങളെ മറക്കരുത്. ഡാനിയൽ ഡയറി അടച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. അവൻ്റെ മുത്തച്ഛൻ മരിച്ച ഒരു കഥാപാത്രമല്ല, അവൻ ജീവിച്ച ഒരു കഥാപാത്രമാണ്. അവൻ്റെ ഭയം, അവൻ്റെ സങ്കടം, അവൻ്റെ അതിജീവനം എല്ലാം ഡാനിയലിന് മനസ്സിലായി. ഞാൻ നിങ്ങളെ മറക്കില്ല, ഡാനിയൽ മനസ്സിൽ പറഞ്ഞു. നിങ്ങളുടെ കഥ ലോകത്തിനു മുന്നിൽ ഞാൻ അവതരിപ്പിക്കും. ഈ നിമിഷം ഡാനിയലിന് ഒരു പുതിയ ലക്ഷ്യമുണ്ടായിരുന്നു. ബെർമുഡ ട്രയാങ്കിളിൻ്റെ രഹസ്യം കണ്ടെത്തുക എന്നതു മാത്രമല്ല, അവൻ്റെ മുത്തച്ഛൻ്റെ കഥ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്നതുകൂടിയാണ്. മുത്തച്ഛൻ്റെ ഡയറി ദാനിയേലിന് വെറുമൊരു പുസ്തകമായിരുന്നില്ല. അത് കാലത്തിലൂടെയുള്ളൊരു പാലമായിരുന്നു. അവൻ്റെ മുത്തച്ഛൻ അനുഭവിച്ച അതേ ഭയം, അതേ നിഗൂഢത, അതേ നിസ്സഹായത എല്ലാം ഡാനിയേലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ഈ രഹസ്യം കണ്ടെത്തുക എന്നത് അവൻ്റെ വ്യക്തിപരമായൊരു യാത്രയായി മാറിയിരുന്നു. മുത്തച്ഛൻ എന്ത് സംഭവിച്ചു എന്ന സത്യം അവൻ അറിയണം. അവൻ്റെ മനസ്സിന് ശാന്തി കിട്ടാൻ അത് അത്യാവശ്യമായിരുന്നു. കപ്പൽ ഇപ്പോഴും നിശബ്ദതയുടെ താഴ്വരയിൽ നിശ്ചലമായി നിൽക്കുകയായിരുന്നു. സമയം അവിടെ തടഞ്ഞു നിന്നതുപോലെ. എന്നാൽ ഡാനിയലിൻ്റെയും സംഘത്തിൻ്റെയും മനസ്സുകൾ അതിവേഗം ചലിച്ചു. അവർ കപ്പലിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ബെർമുഡ ട്രയാങ്കിളിന് ചുറ്റും ഒരുതരം മറയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ മറ കാരണം അവർക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവർക്ക് മുത്തച്ഛൻ്റെ പഴയകാല പുസ്തകങ്ങളും ഡയറിയും ഉണ്ടായിരുന്നു. നമുക്കിത് ഒരുമിച്ച് വായിക്കാം, ഡാനിയൽ പറഞ്ഞു. അവൻ പുസ്തകത്തിലെ ഓരോ പേജും ശ്രദ്ധയോടെ വായിച്ചു. അവൻ ചരിത്രപരമായ തിരോധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ലോകത്തിൽ ഒരുപാട് കപ്പലുകൾ, വിമാനങ്ങൾ, ആളുകൾ എന്നിവ ദുരൂഹമായി അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷേ ബെർമുഡ ട്രയാങ്കിളിലെ തിരോധാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നോക്കൂ, ഡാനിയൽ പറഞ്ഞു. എല്ലാം വളരെ വേഗത്തിലാണ് സംഭവിച്ചത്. കാലാവസ്ഥ വളരെ ശാന്തമായിരുന്നു. പെട്ടെന്നൊരു നിശബ്ദത. പിന്നെ എല്ലാം ഇല്ലാതാകുന്നു. അവർ വായിച്ചൊരു കഥ USS സൈക്ലോപ്സ് എന്ന കപ്പലിനെക്കുറിച്ചായിരുന്നു. 1918 ഒന്നാം മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഈ ഭീമാകാരമായ കപ്പൽ 306 യാത്രക്കാരുമായി ബാൾട്ടിമോറിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്രതീക്ഷിതമായി അത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അപ്രത്യക്ഷമായി. അതിലെ യാത്രക്കാരോ അതിൻ്റെ അവശിഷ്ടങ്ങളോ പിന്നീട് കണ്ടെത്തിയില്ല. അമേരിക്കൻ നാവികസേന പോലും ഈ തിരോധാനത്തിന് ഒരു വിശദീകരണം നൽകിയില്ല. ഇത് മുത്തച്ഛൻ്റെ കഥയ്ക്ക് സമാനമാണെന്ന് ഡാനിയൽ പറഞ്ഞു. ഒരു നിശബ്ദത, പിന്നെ അപ്രതീക്ഷിതമായി എല്ലാം ഇല്ലാതാകുന്നു. അവർക്കേറ്റവും ആകർഷകമായി തോന്നിയ കഥ ഫ്ലൈറ്റ് 19-ൻ്റേതായിരുന്നു. 1945 ഡിസംബർ 5-ന് 5 US നേവി ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിൽ നിന്ന് പുറപ്പെട്ടു. നായകനായ ചാർലി ടെയ്ലർക്ക് ഒരുതരം അസ്വസ്ഥതയുണ്ടായിരുന്നു. റേഡിയോയിൽ അവർ സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ അവർക്ക് ഉത്തരം കിട്ടിയില്ല. എല്ലാം തെറ്റാണ്, കടൽ കാണാൻ കഴിയുന്നില്ല, ടെയ്ലർ റേഡിയോയിൽ പറഞ്ഞു. ഞങ്ങൾക്കൊരു സ്ഥലവും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് എൻ്റെ മുത്തച്ഛൻ എഴുതിയതിന് തുല്യമാണ്. ഇതൊരു യാദൃച്ഛികമല്ല, ഇതൊരു വലിയ രഹസ്യമാണ്. ഡാനിയേൽ മുത്തച്ഛൻ്റെ ഡയറിയും ചരിത്രപരമായ വിവരങ്ങളും ഒരുമിച്ച് വെച്ച് വിശകലനം ചെയ്യാൻ തുടങ്ങി. അയാൾ ഒരു പുതിയ ലോകം കണ്ടെത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു ഭൂപടം അവൻ്റെ കൈകളിലേക്ക് വീണു. അതൊരു പഴയകാല ഭൂപടമായിരുന്നു. പക്ഷെ അതിൽ വ്യക്തമല്ലാത്തൊരു അടയാളമുണ്ടായിരുന്നു. അത് മുത്തച്ഛൻ്റെ കൈയക്ഷരത്തിൽ എഴുതിയതാണ്. ഇത് നിശബ്ദതയുടെ താഴ്വര എന്ന് എഴുതിയിരിക്കുന്നു, ഡാനിയേൽ പറഞ്ഞു. മുത്തച്ഛനെ സ്ഥലത്തിൻ്റെ ഒരു മാപ്പ് വരച്ചിട്ടുണ്ട്. ഡാനിയേൽ കമ്പ്യൂട്ടറിൽ മുത്തച്ഛൻ വരച്ച ഭൂപടം രേഖപ്പെടുത്തി.
അപ്രതീക്ഷിതമായി ഈ ഭൂപടം ചരിത്രപരമായ എല്ലാ തിരോധാനങ്ങളെയും ബന്ധിപ്പിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ തിരോധാനവും ഈ ഭൂപടത്തിലെ ഒരു പ്രത്യേക സ്ഥലത്താണ് സംഭവിച്ചത്. അത് വിശ്വസിക്കാൻ കഴിയില്ല, ബെൻ പറഞ്ഞു. ഇതൊരു വലിയ രഹസ്യമാണ്. ഡാനിയൽ സംശയത്തോടെ അവൻ്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കി. അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതൊരു യാദൃച്ഛികമല്ല, ഇതൊരു വലിയ രഹസ്യമാണ്. അവൻ്റെ മുത്തച്ഛൻ അവനൊരു വഴികാട്ടിയായിരുന്നോ? നമ്മൾ ഒരുപാട് കാലം മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരെ കണ്ടു. അവർക്ക് ഈ രഹസ്യങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നോ? ഡാനിയൽ തൻ്റെ ഗവേഷണം തുടർന്നു. അവൻ പുതിയ വിവരങ്ങൾ കണ്ടെത്തി. ഈ പ്രദേശത്തെ കാന്തിക ക്ഷേത്രം വളരെ ശക്തമാണ്. ഇത് പക്ഷേ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ഉപകരണങ്ങളെ സ്വാധീനിച്ചിരിക്കാം. എന്നാൽ ഈ വിവരങ്ങളെല്ലാം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശാസ്ത്രീയ യുക്തിയും അവൻ്റെ മുത്തച്ഛൻ്റെ ഡയറിയും തമ്മിലൊരു പോരാട്ടം നടക്കുകയായിരുന്നു. അവൻ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. ഈ സ്ഥലത്തെ രഹസ്യങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കി. അവനൊരു പുതിയ ലോകം കണ്ടെത്തുകയായിരുന്നു. മുത്തച്ഛൻ്റെ ഡയറിയും ചരിത്രരേഖകളും ഡാനിയലിൻ്റെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറ്റിമറിച്ചിരുന്നു. ബെർമുഡ ട്രയാങ്കിൾ വെറുമൊരു കെട്ടുകഥയല്ല, മറിച്ച് ഒരു തരം രഹസ്യങ്ങളുടെ കേന്ദ്രമാണെന്ന് അവന് മനസ്സിലായി. എന്നാൽ ഒരു ശാസ്ത്രജ്ഞനെന്ന നിലയിൽ അവൻ പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ താൻ കണ്ടതും കേട്ടതുമായ അനുഭവങ്ങളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അവൻ തൻ്റെ ലാബിലേക്ക് മടങ്ങി. അവൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഗവേഷണം തുടങ്ങി. അവൻ ആദ്യം പരിശോധിച്ചത് കാന്തിക ക്ഷേത്രത്തിലെ അപാകതകളെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ്. ഈ മേഖലയിൽ കാന്തിക ക്ഷേത്രം അസാധാരണമാം വിധം ശക്തമാണ്, ഡാനിയൽ ബെന്നിനോട് പറഞ്ഞു. ഇവിടെ കോമ്പസ് യഥാർത്ഥ ഉത്തരധ്രുവത്തിലേക്ക് ചൂണ്ടിക്കാണിക്കും. ഇത് സാധാരണ നാവിഗേഷൻ സിസ്റ്റങ്ങളിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. പഴയ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇത് വഴിതെറ്റാനൊരു കാരണമായിരുന്നിരിക്കാം. എന്നാൽ ഡാനിയലിന് അത് മാത്രം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ രഹസ്യങ്ങൾക്ക് പിന്നിൽ അതിനേക്കാൾ വലിയൊരു രഹസ്യമുണ്ടെന്ന് അവന് തോന്നി. അവൻ മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചു. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ മീഥേൻ ഹൈഡ്രേറ്റ്. ഈ ഭാഗത്തെ സമുദ്രാന്തർഭാഗത്ത് മർദ്ദം കൂടുമ്പോൾ മീഥേൻ ഹൈഡ്രേറ്റ് എന്ന വാതകം രൂപം കൊള്ളും. താപനില കൂടുമ്പോൾ ഈ ഹൈഡ്രേറ്റ് ഒരു വാതകമായി പുറത്തുവരും. ഈ വാതകം പെട്ടെന്ന് പുറത്തു വരുമ്പോൾ കടലിലെ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയും. ഇത് കപ്പലുകൾക്ക് പൊങ്ങിക്കിടക്കാൻ കഴിയാതെ വരികയും പെട്ടെന്ന് മുങ്ങാൻ കാരണമാവുകയും ചെയ്യും. ഡാനിയൽ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു. ഇത് ഒരുപാട് കപ്പലുകൾ മുങ്ങാൻ കാരണമായിട്ടുണ്ടാവാം. എന്നാൽ വിമാനങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥലത്ത് അപ്രത്യക്ഷമായത്? വിമാനങ്ങൾക്കും കപ്പലുകൾക്കും ഒരേ സമയം മുങ്ങാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾക്ക് ഡാനിയലിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അവൻ മറ്റൊരു സിദ്ധാന്തം ചിന്തിച്ചു. കൊടും തിരമാലകൾ. ഈ ഭാഗത്ത് കാലാവസ്ഥാ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കും. ഇവിടെ കൊടുങ്കാറ്റും തിരമാലകളും രൂപം കൊള്ളാൻ സാധ്യതയുണ്ട്. അത് വിമാനങ്ങൾക്കും കപ്പലുകൾക്കും അപകടകരമാണ്. പക്ഷേ എൻ്റെ മുത്തച്ഛൻ എഴുതിയത് ഒരു നിശബ്ദതയെക്കുറിച്ചാണ്, ഒരു കൊടുങ്കാറ്റിനെക്കുറിച്ചല്ല. ബെൻ പറഞ്ഞത് ഡാനിയലിൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. കാരണം അവൻ്റെ മുത്തച്ഛൻ എഴുതിയ കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യമായി അവശേഷിച്ചു. ഡാനിയൽ വിശ്വസിച്ച ശാസ്ത്രവും അവൻ്റെ മുത്തച്ഛൻ കണ്ട അനുഭവങ്ങളും തമ്മിലൊരു പോരാട്ടം നടക്കുകയായിരുന്നു. അവൻ വീണ്ടും അവൻ്റെ ലാബിലേക്ക് പോയി. അവൻ ഒരു പുതിയ സിദ്ധാന്തം അവതരിപ്പിച്ചു. ഇതൊരു കാരണമല്ല, മറിച്ച് ഒരുപാട് കാരണങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്. ഒരുപക്ഷേ കാന്തിക ക്ഷേത്രത്തിലെ അപാകതയും മീഥേൻ വാതകവും കൊടുങ്കാറ്റും ഒരുമിച്ചു വന്നപ്പോൾ സംഭവിച്ച ഒരു അപകടമായിരിക്കാം ഇത്, ഡാനിയൽ പറഞ്ഞു. അവൻ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ മനസ്സ് പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. ഫ്ലൈറ്റ് 19. ആ വിമാനങ്ങൾ എങ്ങനെയാണ് കടലിൻ്റെ അടിത്തട്ടിൽ ഒരു കേടുപാടുമില്ലാതെ കിടന്നത്? ഡാനിയൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോമ്പസ് നോക്കി. അതിപ്പോഴും തെറ്റായ ദിശയിലേക്ക് തിരിയുകയായിരുന്നു. അവൻ കണ്ണുകൾ അടച്ചു. അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ചില കാര്യങ്ങൾ. ഒരുപക്ഷേ ഇത് ശാസ്ത്രത്തിനപ്പുറമുള്ള ഒരു രഹസ്യമായിരിക്കാം, ബെൻ പറഞ്ഞു. അതെ, ഇത് ശാസ്ത്രത്തിനപ്പുറമുള്ള ഒരു രഹസ്യമാണ്. നമ്മളതിനെ നേരിടാൻ തയ്യാറാകണം. ഡാനിയൽ അവൻ്റെ മനസ്സിലെ സംശയങ്ങളെ മാറ്റിവെച്ച് ആ നിശബ്ദതയുടെ താഴ്വരയിൽ നിശബ്ദമായി നിന്നു. അവൻ്റെ ശാസ്ത്രീയ യുക്തിയും അവൻ്റെ മുത്തച്ഛൻ്റെ അനുഭവങ്ങളും തമ്മിൽ
ഒരു പോരാട്ടം നടക്കുകയായിരുന്നു. ആ പോരാട്ടത്തിൽ അവൻ വിജയിക്കുമോ, അല്ലെങ്കിൽ അവൻ പരാജയപ്പെടുമോ? ഡാനിയേൽ ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞനല്ല, മറിച്ച് ഒരു സാഹസികനാണ്. അവൻ്റെ മുന്നിൽ ഒരു പുതിയ ലോകം തുറന്നുകിടക്കുന്നു. അവൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ അവനൊരു പുതിയ ലോകത്തെ കണ്ടെത്താൻ പോകുന്നു. ശാസ്ത്രീയ വിശകലനങ്ങൾ ഡാനിയലിൻ്റെ മനസ്സിന് സമാധാനം നൽകിയില്ല. അവൻ കണ്ട വിമാനങ്ങൾ, മുത്തച്ഛൻ്റെ ഡയറി, എല്ലാം അവൻ്റെ യുക്തിക്കപ്പുറത്തുള്ള രഹസ്യങ്ങളായിരുന്നു. ഒരു പുതിയ ലോകം കണ്ടെത്താൻ അവൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. അവൻ തൻ്റെ ലാബിൽ നിന്ന് പുറത്തുവന്ന് ഡെക്കിലേക്ക് നടന്നു. അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ചോദ്യങ്ങൾ. അവർ നിശബ്ദതയുടെ താഴ്വരയിൽ നിശ്ചലമായി നിൽക്കുകയായിരുന്നു. സമയം അവിടെ തടഞ്ഞു നിന്നതുപോലെ. പെട്ടെന്ന് ആകാശത്ത് ഒരുതരം വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. അത് സൂര്യപ്രകാശമായിരുന്നില്ല, മറിച്ച് ഒരുതരം മങ്ങിയ നീല നിറമുള്ള പ്രകാശമായിരുന്നു. ആ പ്രകാശം പതിയെ പതിയെ അവരെ മൂടാൻ തുടങ്ങി. ഡാനിയൽ, ഇതെന്താണ്? ബെൻ ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഡാനിയൽ മറുപടി പറഞ്ഞു. ഇതൊരു തരം വൈദ്യുത പ്രവാഹമായിരിക്കാം. എന്നാൽ അതൊരു വൈദ്യുത പ്രവാഹമായിരുന്നില്ല. ആ വെളിച്ചം അവരെ മൂടിയപ്പോൾ അവരുടെ കണ്ണുകൾക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അവർക്ക് ചുറ്റുമുള്ള ലോകം ഒരുതരം ഭ്രമമായി മാറുകയായിരുന്നു. ശബ്ദങ്ങൾ വിചിത്രമായി പ്രതിധ്വനിച്ചു. സമയം വേഗത കുറയുന്നതുപോലെ തോന്നി. അവർക്ക് ചുറ്റും അവ്യക്തമായ രൂപങ്ങൾ മിന്നിമറിഞ്ഞു. അവ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ഒരുപക്ഷെ മനുഷ്യരുടെയും രൂപങ്ങളായിരുന്നിരിക്കാം. അവർക്ക് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മൾ ഭ്രമത്തിലാണോ? ബെൻ ചോദിച്ചു. ഡാനിയൽ ബെന്നിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഇല്ല, നമ്മൾ ഭ്രമത്തിലല്ല, ഡാനിയൽ പറഞ്ഞു. നമ്മളൊരു പുതിയ ലോകത്താണ്. ആ വെളിച്ചം അവരെ കൂടുതൽ അകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. ഒരു വലിയ മിന്നൽപ്പിണർ കടലിനടിയിൽ നിന്നുയർന്നു. അതൊരു വലിയ ചുഴി പോലെ കറങ്ങി. ഡാനിയൽ അത്ഭുതത്തോടെ ആ ചുഴിയെ നോക്കി. അതൊരു തരം ജലസ്രോതസ്സായിരുന്നില്ല, മറിച്ച് അതൊരു പുതിയ ലോകത്തേക്കുള്ള കവാടമായിരുന്നു. നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടണം, ബെൻ പറഞ്ഞു. അവൻ ഡാനിയലിൻ്റെ കൈകൾ വിടർത്തി ഓടിപ്പോകാൻ ശ്രമിച്ചു. ഇല്ല, ഡാനിയൽ പറഞ്ഞു. ഇതൊരവസരമാണ്. നമ്മൾക്ക് ഒരു പുതിയ ലോകം കണ്ടെത്താൻ കഴിയും. ആ ചുഴിയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഡാനിയലിന് ഭയം തോന്നിയില്ല, മറിച്ച് ഒരുതരം ആകാംക്ഷയാണ് തോന്നിയത്. അവൻ്റെ മനസ്സിൽ അവൻ്റെ മുത്തച്ഛൻ എഴുതിയ ഡയറിയുടെ ഓർമ്മ വന്നു. ഒരു വലിയ ചുഴി, ഒരു മിന്നൽ പിണർ, ഒരു പുതിയ ലോകം. മുത്തച്ഛൻ കണ്ട അതേ കാഴ്ച ഡാനിയലിന് കാണാൻ കഴിഞ്ഞു. നമ്മളൊരു പുതിയ ലോകത്തിലേക്ക് പോകുന്നു, ഡാനിയൽ പറഞ്ഞു. നൗട്ടിലസ് എന്ന അവരുടെ കപ്പൽ ആ ചുഴിയിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ടെല്ലാം മാഞ്ഞുപോയി. വെളിച്ചം, ശബ്ദം, എല്ലാം നിശബ്ദമായി. ഡാനിയേലിൻ്റെ മനസ്സിൽ ഒരുതരം ശാന്തത നിറഞ്ഞു. അവൻ അവൻ്റെ കണ്ണുകൾ അടച്ചു. ഒരുപക്ഷെ ഇത് മരണമല്ല, മറിച്ചൊരു പുതിയ ജീവിതമായിരിക്കാം, ഡാനിയൽ ചിന്തിച്ചു. അവരൊരു പുതിയ ലോകത്തേക്ക് കടന്നുപോവുകയായിരുന്നു. അവരൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയായിരുന്നു. അവരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു പുതിയ തുടക്കമാണ്. ആ ചുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട നൗട്ട്ലസ് അതിൻ്റെ അവസാനത്തെ ശക്തിയും ഉപയോഗിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം നിശബ്ദമായി. വെളിച്ചം, ശബ്ദം, എല്ലാം ഇല്ലാതായി. ഡാനിയേലിനും സംഘത്തിനും എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ എവിടെയാണ്? ഒരു പുതിയ ലോകത്തിലാണോ? ഒരുപാട് സമയത്തിന് ശേഷം അവരുടെ കപ്പൽ പതിയെ ഒരു കടൽ തീരത്തേക്ക് നീങ്ങി. കപ്പലിൻ്റെ എഞ്ചിൻ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു. ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഡാനിയലും ബെന്നും കപ്പലിൽ നിന്ന് പുറത്തേക്ക് നോക്കി. അവർ കണ്ട കാഴ്ച അവരെ അമ്പരപ്പിച്ചു. അതവർക്ക് പരിചിതമായൊരു ലോകമായിരുന്നില്ല. ആകാശവും സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം വ്യത്യസ്തമായിരുന്നു. അവിടുത്തെ മരങ്ങൾക്ക് മങ്ങിയ നീലനിറമായിരുന്നു. അവയ്ക്ക് ജീവനുണ്ടെന്ന് തോന്നി. അവിടുത്തെ പാറകൾക്ക് വിചിത്രമായ രൂപങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു തരം തിളക്കം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവർക്ക് ചുറ്റുമുള്ള ലോകം ഒരു ഭാവനാലോകം പോലെ തോന്നി. ഡാനിയൽ കപ്പലിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവൻ്റെ കാലുകൾ നിലത്ത് തട്ടി. അതൊരു പുതിയ ലോകമായിരുന്നു, ഒരു പുതിയ യാഥാർത്ഥ്യമായിരുന്നു. അവർ ഒറ്റപ്പെട്ടു. അവരുടെ കൈകളിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണവും വെള്ളവും കണ്ടെത്താൻ
അവർക്ക് പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വന്നു. ഡാനിയൽ തൻ്റെ ശാസ്ത്രീയ അറിവുകൾ ഉപയോഗിച്ച് ഭക്ഷണവും വെള്ളവും കണ്ടെത്താൻ ശ്രമിച്ചു. അവൻ അവിടുത്തെ സസ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിച്ചു. അവൻ അത്ഭുതത്തോടെ അവയെ നോക്കി. അവർക്ക് അവിടുത്തെ ആഹാരരീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ജലം ഒരുതരം വിഷാംശമുള്ളതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ബെൻ ചോദിച്ചു. നമ്മൾ അതിജീവിക്കണം, ഡാനിയൽ മറുപടി പറഞ്ഞു. നമ്മളിവിടെ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർ പുതിയ ലോകത്ത് അതിജീവനത്തിനുള്ള വഴികൾ കണ്ടെത്താൻ തുടങ്ങി. അവർ അവിടുത്തെ സസ്യങ്ങളെ, മൃഗങ്ങളെ നിരീക്ഷിച്ചു. അവർ അവരെപ്പോലെ പെരുമാറാൻ ശ്രമിച്ചു. ഡാനിയലിനൊരു കാര്യം മനസ്സിലായി. അവനൊരു ശാസ്ത്രജ്ഞനല്ല, മറിച്ചൊരു അതിജീവനവാദിയാണ്. ദിവസങ്ങൾ കടന്നുപോയി. അവർ പുതിയ ലോകത്ത് അതിജീവനത്തിനുള്ള പാഠങ്ങൾ പഠിച്ചു. ഡാനിയൽ മനസ്സിലാക്കിയത് ബെർമുഡ ട്രയാങ്കിൾ വെറുമൊരു കെട്ടുകഥയല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു പ്രതിരോധമാണ്. ആ ലോകം ഒരുതരം സ്വയം പ്രതിരോധ സംവിധാനമാണ്. അത് ബാഹ്യലോകത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യർ ഈ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ലോകം അതിനെ പ്രതിരോധിച്ചു. ഒരുപക്ഷേ കാണാതെ കപ്പലുകളും വിമാനങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. അവരൊരുതരം ബാഹ്യശക്തിയാണ്. ഈ ലോകം അവരെ അകത്തേക്ക് വലിച്ചെറിഞ്ഞു, അവരെ ഒരു പാഠം പഠിപ്പിച്ചു. നമ്മളൊരു അതിഥികളല്ല, ഡാനിയൽ പറഞ്ഞു. നമ്മളിവിടെ ഒരു വരംകാരിയാണ്. ഡാനിയൽ തൻ്റെ കപ്പൽ നറുപ്പിക്കാൻ ശ്രമിച്ചു. അവൻ്റെ കയ്യിൽ ടൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ അവിടെയുണ്ടായിരുന്ന കല്ലുകളും മരക്കൊമ്പുകളും ഉപയോഗിച്ച് ഉപകരണങ്ങളുണ്ടാക്കി. അവൻ്റെ ശാസ്ത്രീയ അറിവുകൾക്ക് പുറമെ അവൻ്റെ ബുദ്ധിയും ധൈര്യവും അവനെ സഹായിച്ചു. അവനൊരു പുതിയ മനുഷ്യനായി മാറുകയായിരുന്നു. ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് ഒരു അതിജീവനവാദിയായി. നൗട്ടിലസ് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പക്ഷേ ഡാനിയൽ അത് നറുപ്പിക്കാൻ ശ്രമിച്ചു. അവൻ കണ്ടുപിടിച്ച ഒരു പുതിയ ഊർജ്ജസ്രോതസ് ഉപയോഗിച്ച് അവൻ കപ്പലിന് വീണ്ടും ശക്തി നൽകാൻ ശ്രമിച്ചു. ഈ ലോകത്തിലെ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒരുതരം വെളിച്ചം കൊടുക്കാൻ കഴിയുമെന്ന് അവന് മനസ്സിലായി. അവൻ ആ വെളിച്ചം ഉപയോഗിച്ച് കപ്പലിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മളൊരു പുതിയ ലോകം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, ബെൻ പറഞ്ഞു. അതെ, നമ്മളൊരു പുതിയ ലോകം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആദ്യം നമ്മൾ നമ്മുടെ ലോകത്തേക്ക് തിരികെ പോകണം. അവർ അവരുടെ ലോകത്തേക്ക് മടങ്ങാനൊരുങ്ങി. പക്ഷേ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഈ യാത്രയിൽ അവർക്കൊരുപാട് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ അവർക്ക് ഭയമില്ല. കാരണം അവരൊരു പുതിയ ലോകം കണ്ടു, ഒരു പുതിയ പാഠം പഠിച്ചു. പുതിയ ലോകം അവർക്ക് ഒരുപാട് പാഠങ്ങൾ നൽകിയിരുന്നു. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര ദുർബലനാണെന്ന് അവർ മനസ്സിലാക്കി. ഡാനിയൽ താനും കൂട്ടരും ആ ലോകത്തിന്റെ അതിഥികളല്ല, മറിച്ച് കടന്നുകയറ്റക്കാരാണെന്ന് തിരിച്ചറിഞ്ഞു. അവൻ തൻ്റെ എല്ലാ അഹങ്കാരവും മാറ്റി ഒരു പുതിയ മനുഷ്യനായി മാറി. അവൻ നൗട്ടിലസ് നന്നാക്കാൻ തുടങ്ങി. പഴയ രീതിയിലുള്ള ഉപകരണങ്ങളും അവൻ്റെ ബുദ്ധിയും ഉപയോഗിച്ച് അവൻ കപ്പൽ നന്നാക്കി. ഒരു പുതിയ ഊർജ്ജസ്രോതസ് ഉപയോഗിച്ച് അവൻ കപ്പലിന് ശക്തി നൽകി. ആ ലോകത്തിലെ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒരുതരം വെളിച്ചം പുറത്തുവിടാൻ കഴിയുമെന്ന് അവന് മനസ്സിലായി. അവൻ ആ വെളിച്ചം ഉപയോഗിച്ച് കപ്പലിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ ഇവിടെ നിന്ന് പുറത്തു കടക്കുമോ? ബെൻ ചോദിച്ചു. അവൻ്റെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. അതെ, ഡാനിയൽ പറഞ്ഞു. നമ്മളൊരു വഴി കണ്ടെത്തി നമ്മൾ ഇവിടെ നിന്ന് പോകും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഈ ലോകം കണ്ടു. അതൊരു രഹസ്യമാണ്. അവർ അവരുടെ യാത്ര തുടങ്ങി. അവരൊരു പുതിയ ലോകത്തേക്ക് പോകുകയായിരുന്നില്ല, മറിച്ച് അവരുടെ ലോകത്തേക്ക് മടങ്ങുകയായിരുന്നിരുന്നു. അവർ ഒരു വലിയ ചുഴിയിലേക്ക് വീണ്ടും പോകുകയായിരുന്നു. പക്ഷേ ഇത്തവണ അവർക്ക് ഭയം തോന്നിയില്ല, മറിച്ച് ഒരുതരം ധൈര്യമാണ് തോന്നിയത്. അവർ ഈ യാത്രയിൽ അതിജീവിച്ചവരാണ്. നൗട്ടിലസ് ചുഴിയുടെ ഉള്ളിലേക്ക് പോകുകയായിരുന്നു. സമയം അവിടെ തടഞ്ഞു നിന്നതുപോലെ തോന്നി. ശബ്ദങ്ങൾ, വെളിച്ചം എല്ലാം ഒരുമിച്ചവരെ ആക്രമിച്ചു. ഡാനിയലിന് ഭയം തോന്നിയില്ല, കാരണം അവനൊരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു. ഒരുപാട് സമയത്തിനു ശേഷം നൗട്ടിലസ് വീണ്ടും കടലിൻ്റെ മുകളിലേക്ക് വന്നു. അവർ അവരുടെ ലോകത്തേക്ക് മടങ്ങി. സൂര്യൻ്റെ പ്രകാശം, കാറ്റിൻ്റെ ശബ്ദം, തിരമാലകളുടെ താളം എല്ലാം അവർക്ക് പരിചിതമായിരുന്നു. പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായി. അവർ പഴയ ആളുകളല്ല. അവരുടെ കപ്പൽ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പക്ഷേ അവർ അതിജീവിച്ചു. ഒരുപാട് ദൂരെ ഒരു വലിയ കപ്പൽ അവർക്ക് കാണാൻ കഴിഞ്ഞു. ഡാനിയൽ സഹായം അഭ്യർത്ഥിച്ചു.
ആ കപ്പൽ അവരുടെ അടുത്തേക്ക് വന്നു. അവർ കപ്പലിലെ ആളുകളോട് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ആരും അവരെ വിശ്വസിച്ചില്ല. അവർക്ക് ബെർമ്യൂഡ ട്രയാങ്കിളിന്റെ രഹസ്യത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. ഡാനിയേൽ കരയിലിറങ്ങി. അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അവൻ ഈ കഥ ലോകത്തോട് പറയണോ? ആരെങ്കിലും അവനെ വിശ്വസിക്കുമോ? അവൻ ഈ രഹസ്യം ലോകത്തോട് പറയുന്നത് ഒരു നല്ല കാര്യമാണോ? ഡാനിയേൽ അവന്റെ വീട്ടിലേക്ക് പോയി. അവൻ അവന്റെ മുറിയിലിരുന്നു. അവന്റെ കയ്യിൽ അവന്റെ മുത്തശ്ശന്റെ ഡയറിയും അവന്റെ കപ്പലിൽ നിന്ന് ലഭിച്ച ഉപകരണങ്ങളുമുണ്ടായിരുന്നു. അവൻ ശാസ്ത്രീയമായി ചിന്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതവന് സാധിച്ചില്ല. അവന്റെ മനസ്സ് ഒരു പുതിയ ലോകം കണ്ടിരുന്നു, ഒരു പുതിയ ജീവിതം കണ്ടിരുന്നു. ഞാൻ ഈ കഥ ലോകത്തോട് പറയണം, ഡാനിയേൽ ചിന്തിച്ചു. പക്ഷേ ഒരു ശാസ്ത്രജ്ഞനായിട്ടല്ല, മറിച്ച് ഒരു കഥാകാരനായിട്ട്. അവനൊരു കഥ എഴുതാൻ തുടങ്ങി. ബെർമ്യൂഡ ട്രയാങ്കിളിന്റെ കഥ. അത് അവന്റെ മുത്തശ്ശന്റെ കഥയായിരുന്നു. അവന്റെയും കൂട്ടരുടെയും കഥയായിരുന്നു. അതൊരു ശാസ്ത്രീയ ലേഖനമായിരുന്നില്ല, മറിച്ച് ഒരു കഥയായിരുന്നു. ഡാനിയേൽ ഒരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു. അവന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഒടുവിൽ ഡാനിയേൽ വീട്ടിലേക്ക് മടങ്ങിയെത്തി. നോട്ടിലസ് കപ്പൽ പൂർണ്ണമായും തകർന്നുപോയി. അവന്റെ കൂട്ടുകാരായ ബെന്നും മറ്റു ജീവനക്കാരും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. പക്ഷേ ഡാനിയേൽ പഴയ ഡാനിയേലായിരുന്നില്ല. അവൻ അവന്റെ മുറിയിലിരുന്നു. അവന്റെ കൈകളിൽ അവന്റെ മുത്തച്ഛന്റെ ഡയറിയും അവന്റെ കപ്പലിലെ ഒരു പഴയ കോമ്പസുമുണ്ടായിരുന്നു. ആ കോമ്പസ് ഇപ്പോഴും തെറ്റായ ദിശയിലേക്ക് തിരിയുന്നു. പക്ഷേ അത് ഡാനിയേലിനെ ഭയപ്പെടുത്തുന്നില്ല. കാരണം അവനൊരു പുതിയ ലോകം കണ്ടിരുന്നു. ഡാനിയേൽ അവന്റെ യാത്രയെക്കുറിച്ചോർത്തു. അവനൊരു ശാസ്ത്രജ്ഞനായിരുന്നു. അവൻ എല്ലാത്തിനും ഒരു കാരണം കണ്ടെത്തി. അവന്റെ ലോകത്തിൽ അവിശ്വസനീയമായ കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ലായിരുന്നു. പക്ഷേ ബെർമ്യൂഡ ട്രയാങ്കിൾ അവന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു. ഒരു പുതിയ ലോകം കണ്ടു, ഒരു പുതിയ യാഥാർത്ഥ്യം കണ്ടു. ഒരുപക്ഷേ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് ഡാനിയേൽ മനസ്സിൽ പറഞ്ഞു. ഒരുപക്ഷേ എല്ലാറ്റിനും ഒരു കാരണമുണ്ടാകണമെന്നില്ല. ഡാനിയേൽ അവന്റെ മനസ്സിലെ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് 19 കടലിനടിയിൽ ഒരു കേടുപാടും കൂടാതെ കിടന്നത്? എന്തുകൊണ്ടാണ് ഒരു വലിയ കപ്പൽ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായത്? എന്തുകൊണ്ടാണ് അവന്റെ മുത്തച്ഛൻ കണ്ട അതേ വെളിച്ചം അവനും കണ്ടത്? എന്തുകൊണ്ടാണ് ആ സ്ഥലം എല്ലാ മനുഷ്യരെയും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഡാനിയേലിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷേ ഉത്തരമറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. എല്ലാറ്റിനും ഒരു ഉത്തരം ആവശ്യമില്ല. ഡാനിയേൽ അവന്റെ മുത്തച്ഛന്റെ ഡയറി അടച്ചു. അവന്റെ മുത്തച്ഛന്റെ കഥ ഒരു ദുരന്തമായിരുന്നില്ല, മറിച്ച് ഒരു വീരഗാഥയായിരുന്നു. ഡാനിയേൽ മുത്തച്ഛന്റെ കഥ ലോകത്തോട് പറയാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു ശാസ്ത്രജ്ഞനായിട്ടല്ല, മറിച്ച് ഒരു കഥാകാരനായിട്ട്. അവൻ ഈ കഥ ഒരു പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങി. ലോകം വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ഡാനിയേൽ പറഞ്ഞു. അവർക്ക് കഥകൾ ആവശ്യമുണ്ട്. അതൊരു ശാസ്ത്രീയ ലേഖനമല്ല, മറിച്ച് ഒരു കഥയാണ്. അവൻ അവന്റെ കഥ എഴുതി. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ കഥ ലോകം മുഴുവൻ വായിച്ചു. ആളുകൾ ബെർമ്യൂഡ ട്രയാങ്കിളിനെക്കുറിച്ച് മനസ്സിലാക്കി. അവർ ഭയപ്പെട്ടു, എന്നാൽ അവർ അതിനെ ബഹുമാനിച്ചു. കാരണം അതൊരു രഹസ്യമായിരുന്നു. നമ്മളിപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ലോകം വളരെ വലുതാണ്. ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അത്ഭുതങ്ങൾ എല്ലാ ദിവസവും സംഭവിക്കുന്നു. നമ്മൾക്ക് ചിലപ്പോൾ അത് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ അത്ഭുതങ്ങൾ ഇപ്പോഴുമുണ്ട്. നമ്മൾ നമ്മുടെ കണ്ണുകൾ തുറന്നു പിടിക്കണം, നമ്മുടെ ഹൃദയം തുറക്കണം. ലോകം നമ്മളെ അത്ഭുതപ്പെടുത്താൻ തയ്യാറാണ്. ഇനി പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ഈ രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഡാനിയേലിൻ്റെയും അവൻ്റെ മുത്തച്ഛൻ്റെയും കഥ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമായി അവശേഷിക്കട്ടെ. അവിശ്വസനീയമായ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഈ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ സമുദ്രത്തിൻ്റെ മർമ്മരവും കടലിൻ്റെ രഹസ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കടന്നുപോകട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു കഥ പോലെയാണ്. അതിലൊരുപാട് രഹസ്യങ്ങളും ചോദ്യങ്ങളുമുണ്ട്. അതൊരു പുതിയ തുടക്കമാണ്. നല്ല സ്വപ്നങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു ശുഭരാത്രി നേരുന്നു.